ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപർണാസ് ടൈൽസ്. അപ്പം ഇന്ന് ഞാനും അമ്മയും പപ്പയും അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒന്ന് മുണ്ടക്കയം വരെ പോവാണ്. വേറൊന്നിനുമല്ല, ഹോസ്പിറ്റലിലാണ്. അപ്പച്ചന് കുറച്ച് ദിവസം മുന്നേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി 2 ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ അതിന് ഞങ്ങൾ പോവാണ്. കുറച്ച് നാളത്തേക്ക് ശേഷം ഇന്നാണ് കുറച്ച് നല്ലൊരു ക്ലൈമറ്റ് കണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇന്ന് നല്ലൊരു മഞ്ഞും വെയിലും തണുപ്പും എല്ലാം കൂടെ മിക്സായ ഒരു കാലാവസ്ഥയാണ്. അപ്പം ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടാണ് പോയത്. അങ്ങനെ ഞങ്ങൾ മുറിഞ്ഞുപുഴയൊക്കെ കണ്ടു. പോകാൻ നേരത്ത് ഇന്ന് നല്ല കാഴ്ചകളായിരുന്നു മൊത്തം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറങ്ങിയിരുന്നെങ്കിൽ നല്ലതായിട്ട് എടുത്തേനെ, പക്ഷേ ഇറങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് തന്നെ പറ്റിയ പോലെയൊക്കെയാണ് വീഡിയോ എടുത്തത്. ഇന്നലെ രാത്രി വരെ നല്ല കൊടുങ്കാറ്റും മഴയും ഒക്കെ ആയിരുന്നു ഇവിടെ. അപ്പോൾ രാവിലെ ഈ കാലാവസ്ഥ കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം വന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയം എത്തി. മുണ്ടക്കയത്തിന് അപ്പുറത്തുള്ളൊരു കണ്ണാശുപത്രിയിലാണ് ആദ്യം പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ആദ്യം. അപ്പോൾ അങ്ങനെ ടൗൺ എത്തി. എന്നിട്ട് അവിടെ കുറച്ച് നേരം ബ്ലോക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് ബസ് സ്റ്റാൻഡ്. അമ്മയും മോളും വണ്ടി കയറിയപ്പോൾ തൊട്ട് ഒരേ കഥയാണ്, ഇതുവരെ തീർന്നിട്ടില്ലേ. അങ്ങനെ എത്തിക്കഴിഞ്ഞ് കയറി നോക്കിയപ്പം അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. നല്ല ആളുണ്ടായിരുന്നു. പിന്നെ ചീട്ടൊക്കെ എടുത്ത് രാവിലെ കയറി ഞങ്ങളാണ് ഉച്ചയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും അപ്പയും അവിടെ എന്തോ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് നല്ല ഉറക്കം വന്നു. പിന്നെ ഞാൻ ആ കണ്ണാടി വെച്ച കൊച്ചിനെയൊക്കെ നോക്കി അങ്ങനെ സമാധാനിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അപ്പച്ചന് കണ്ണിന് സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരതിന് പോയി. അപ്പം ഞാൻ ഇവരെ കൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. പോസ് കൊടുക്കാൻ പറഞ്ഞപ്പം അവർ സ്റ്റഡി ആയിട്ടിരുന്നു. പിന്നെ അവരോട് കാണാത്ത പോലെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് അഭിനയിച്ച് തന്നു. പിന്നെ എനിക്ക് മടുത്തിട്ട് വെളിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. വേറെ ഒന്നിനുമല്ല, വെളിയിൽ പോയി കാറിനകത്ത് കയറി ചുമ്മാ ഇരിക്കാൻ. അങ്ങനെ ഇരുന്നാലും ഒരു സമാധാനമുണ്ട്. ഈ ആശുപത്രിയുടെ മുന്നിൽ പോയി ഇരിക്കുന്നത് ഭയങ്കര ഒരു കഷ്ടപ്പാടാണ്. അത് കഴിഞ്ഞ് അവർ ഉച്ചയായപ്പം ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ ടൗൺ ബേക്കറിയിലോട്ട് പോയി. ഇവിടുത്തെ ബിരിയാണിയൊക്കെ നല്ലതാണെന്ന് പപ്പ പറഞ്ഞു. അപ്പോൾ ട്രൈ ചെയ്യാമെന്നോർത്ത് കയറിയതാണ്. പിന്നെ കണ്ണാടി കണ്ടാൽ സെൽഫി, അത് മെയിനാണല്ലോ. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു, കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പപ്പ പറഞ്ഞത് തെറ്റിയിട്ടില്ല. നല്ല ബിരിയാണിയായിരുന്നു. അളവ് കൂടുതലായിരുന്നു. എനിക്ക് വയറ് നിറഞ്ഞിട്ട് അവസാനം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റ് അവസാനം ഞാൻ ബാക്കി പൊതിഞ്ഞ് കെട്ടുന്നത് കാണാം. ഞാനിതെല്ലാം എന്തിനാണ് പൊതിഞ്ഞ് കെട്ടുന്നതെന്ന് നിങ്ങൾക്ക് അവസാനം മനസ്സിലാകും. ഞാൻ ഇത് എൻ്റെ വീട്ടിലെ കുറച്ച് ആൾക്കാർക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അതെല്ലാം പൊതിഞ്ഞ് കെട്ടി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ നല്ല ഒരു പുഴ, നല്ല രസമുണ്ടായിരുന്നു. നല്ല വെള്ളമുണ്ട് കേട്ടോ. അതുപോലെ മഴയായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ ഇവരെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പം പപ്പായും ബില്ലൊക്കെ കൊടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ MMT മുണ്ടക്കയത്തിലോട്ടാണ് പോകുന്നത്. അവിടെ ന്യൂറോളജീനെയും ENT-നെയൊക്കെ കാണിക്കണമായിരുന്നേ. അപ്പം അവിടെ കയറി ചീട്ടൊക്കെ എടുത്തേ. അവിടെ എത്തിയപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു. പിന്നെ നമ്മൾ ചീട്ടൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കയറി. ഹോസ്പിറ്റലിലോട്ട് കയറുമ്പോഴേ നല്ല മഴ ഉണ്ടായിരുന്നേ. അപ്പോൾ ഫുള്ള് നനഞ്ഞാണ് കയറിയത്. അകത്ത് കയറിയപ്പോൾ മറ്റേ ഷീറ്റിലായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. അത് കേൾപ്പിക്കാവേ. ഇതാണ് കേട്ടോ സൗണ്ട്. അത് ആ ഷീറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അവിടെ ഇരുന്നിട്ടൊന്നും മിണ്ടുന്നതും കേൾക്കുന്നില്ലായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നേ. പിന്നെ ഡോക്ടറിനെ കാണാൻ കുറേ ലേറ്റായി. ഭയങ്കര താമസം ഉണ്ടായിരുന്നു. പിന്നെ മരുന്ന് വാങ്ങിക്കാൻ കുറേ താമസം ഉണ്ടായിരുന്നു. മരുന്ന് വാങ്ങിക്കാൻ ഞങ്ങൾ ഇരിക്കുന്നതാണ്. തളർന്നിരിക്കുന്നതുകൊണ്ട് പപ്പ എന്നെ വിളിച്ചിട്ട് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു. അത് കഴിച്ചപ്പോഴാണ് ഇച്ചിരി സമാധാനമായേ. അത് കഴിഞ്ഞാൽ മരുന്ന് വാങ്ങിയിട്ട് പിന്നെ ഇറങ്ങി വണ്ടിയിൽ കയറി തിരിച്ചു വരുവാണ്. തിരിച്ചു വരാൻ നേരത്ത് നല്ല മഴ പെയ്തു കേട്ടോ. നല്ല തകർപ്പൻ മഴയായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലോട്ട് വന്നില്ല. പിന്നെ നേരെ ഏലപ്പാറ അവരെ കൊണ്ട് വിടാൻ പോയപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ് ഈ സൺഡേ. അപ്പോൾ അവൾക്ക് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി. പിന്നെ അമ്മയും എന്തൊക്കെയോ വാങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പം നിങ്ങൾക്ക് കാണാം ഞാനത് ആർക്കാണ് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നതെന്ന്. ഇവർക്കാണ് ഞാൻ കൊണ്ടുവന്നത്. എവിടെ പോയി കഴിച്ചാലും ഇവർക്ക് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ഇവർ നോക്കിയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പം എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും കുറേ താങ്ക് യു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.